നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിനക്ക് ഒരുപാട് മാറ്റമുണ്ടല്ലോ പ്രിയ. നീ ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തായാലും നിന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കേൾക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. ആന്റിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാത്ത മീനാക്ഷി അമ്മയോട് ഇത്രയും സ്നേഹത്തോടെ ഇടപെടാൻ കഴിയുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഞാനും. ആന്റി മാറിയില്ലേ, അതുപോലെ ഞാനും മാറി. മീനാക്ഷി അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോ ആന്റി ഓടി വന്നില്ലേ, അത് തന്നെ ഉദാഹരണം. മനുഷ്യന്മാർക്കെല്ലാം മാറ്റം ഉണ്ടാവും. മാറ്റം നമ്മൾ അംഗീകരിക്കണം. പക്ഷെ ചിലരൊക്കെ എത്ര മാറിയെന്ന് പറഞ്ഞാലും അവരുടെ കുത്തിത്തിരിപ്പ് വിട്ടുമാറില്ല. അത് ശരിയാ. എത്രയായാലും അണ്ണാറക്കണ്ണൻ മരം കയറ്റം മറക്കില്ലല്ലോ. അതവർക്ക് ജന്മന കിട്ടുന്നത് ആ സ്വഭാവം. അതെത്ര തൂത്താലും പോവില്ല. അവർ കടന്നു പോകുന്ന വഴികൾ വികൃതമാണെങ്കിൽ അവരുടെ പ്രവർത്തികളും വികൃതമായിരിക്കും. വിശുദ്ധനാവാൻ ചിലർ ശ്രമിക്കും, പക്ഷെ അങ്ങനെ അധികം നാൾ പിടിച്ചേക്കാൻ പറ്റില്ല. എത്ര ഒളിച്ചു വെച്ചാലും ഒരു ദിവസം പുറത്തു വരും. ആന്റി പറയുന്ന കേട്ടാ ഞാനത് തെറ്റിയത പോലെയാണല്ലോ. അത് നിനക്ക് അങ്ങനെ തോന്നും. തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ കുറ്റബോധം തോന്നും. നമ്മൾ ചെയ്യുന്ന കള്ളങ്ങളെല്ലാം പിടിക്കപ്പെടുന്നുള്ളൊരു ഭീതി. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാം യാന്ത്രികമായിരിക്കും. പിന്നെ വേറൊരു കാര്യം, മറ്റുള്ളവരുടെ വേദന അറിയണമെങ്കിൽ മനുഷ്യത്വം ഒരല്പമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായാൽ മതി. ആന്റി, ഞാൻ മാറിയെന്ന് വിശ്വനാഥൻ അച്ഛന് വരെ മനസ്സിലായി. ആന്റിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ ഒരുമിച്ച് കാണിച്ചിട്ടുള്ള പോക്കൃത്തരങ്ങളൊക്കെ ഞാൻ പുറത്തു പറഞ്ഞ പിന്നെ ആന്റിയുടെ ഈ നല്ല പിള്ള ചമയിലൊക്കെ അങ്ങ് പോവും. എടീ, നീ എന്ത് ഭീഷണിപ്പെടുത്തോണോ? അങ്ങനെ നിന്റെ ഭീഷണിയിൽ വീഴുന്നവളല്ലേ ഈ മധു. അത് നിനക്ക് നല്ല വ്യക്തമായി അറിയാവുന്നതല്ലേ. നിന്നെ പോലൊരു ഗജ ഫ്രോഡ് എത്ര മാറി എന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. എന്റെ ചേച്ചിയുടെ മകളാണെന്ന വ്യാജേന നീ വീട്ടിൽ വന്ന് കേറിയപ്പോ ആദ്യമായി നിന്നെ ഞാൻ നോട്ട വിട്ടതാ. നീ അന്നേ കള്ളിയാണെന്ന് എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നതാ. പക്ഷെ നീ നിന്റെ സൂത്രപ്പണി കൊണ്ട് എന്നെ മയക്കി. അതിൽ ഞാൻ വീണുപോയി. എന്റെ അമ്മയ്ക്കും മാധുരി ചേച്ചിക്കും അത് നന്നായിട്ട് അറിയാം. നിനക്ക് ഞങ്ങളുടെ വീട്ടില് റാണിയായി വാഴാമായിരുന്നു. പക്ഷെ നിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചത് പൂജ. അവക്കെതിരെ നീ എന്തും ചെയ്യുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ പ്രതിഫലമാണ് അർജുന്റെ ജയിൽവാസമെങ്കില്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇനി നിന്റെ അടവുകൾ ഒന്നും നടക്കില്ല. അത് നീ ഓർത്താ നല്ലത്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിന്റെ കഴുത്ത് ഞെരിക്കുന്നത് ഞാനായിരിക്കും. നീ ഓർത്തു വെച്ചോ, ഇത് മധുവാ. നിന്റെ തരികടെ ഒന്നും എന്റെ അടുത്ത് നടക്കില്ല. എന്റെ കൈയുടെ ചൂട് നീ ഒരിക്കൽ അറിഞ്ഞതാ. തള്ളേ, എന്നോട് കളിക്കാൻ വരരുത്. ജയിലിൽ പോയി എനിക്ക് ഒരാളെ കൊല്ലാനുള്ള അറുപ്പും ഭയവും ഒക്കെ മാറിയതാ. ഇനി ഒരാളെ കൂടി കൊന്നാലും കുഴപ്പമൊന്നുമില്ല. നീ മാറിയല്ലേ? യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നല്ലോ. ഞാനും ഇതേ ഉദ്ദേശിച്ചുള്ളൂ. നിന്നെ അല്പം ഒന്ന് പ്രലോഭിപ്പിച്ചപ്പോ നിന്റെ തനി നിറം വിളിച്ചു തോന്നും. നീ വലിയ ആത്മീയതയൊക്കെ പറഞ്ഞത് നിന്റെ കള്ളത്തരാണെന്ന് എനിക്കറിയാം. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ ഏത് വഴി പോയാലും നിന്റെ പുറകെ ഈ മധു ഉണ്ടാവും.